വീട്ടിലേക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും കേട്ടോ. നല്ല ഇഷ്ടമായിട്ടോ. ഒന്നും ചെയ്യാത്ത മാതിരി കേറി ഇരിക്കണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. പാവാണ്. ആരാണ് വാവടെ? ഡോക്ടർ അവിടുന്ന് ഇങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വാ. നിങ്ങൾ ജുബയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ നോർമൽ പാന്റ് വരുന്ന ടൈപ്പ് ജുബയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ അടിപൊളി കളർ ചാർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് റെഡ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സിവ ഹായ് പറഞ്ഞേ. ഇന്ന് ജീവല്ലോ ജിവാനാണ്. ഇന്ന് തൊട്ട് ഞങ്ങൾ ആൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രം ഇട്ട് കൊടുക്കണോ. ഓളെ ഞങ്ങൾ ഒരു ആൺകുട്ടിയായിട്ട് വളർത്താൻ പോകണം ഗൈസ്. അത്രക്കൊക്കെ വേണം. ആൺകുട്ടിയാക്കി ഫുൾ ആൺകുട്ടികളെ സ്റ്റൈല്. അതായത് ഓളെ നമുക്ക് പിന്നെ കെട്ടിക്കുമ്പോ ചെറുക്കനെ നമ്മളെ പേരേക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അതാവുമ്പോ നമുക്ക് ഓള് കൈവിട്ട് പോവില്ല. ഫുൾ ടൈം ഇപ്പൊ അതാണ് ചിന്ത. ഓള് പോവൂലേ, വേറെ വീട്ടിൽ പോവൂലേ, അല്ലെങ്കിൽ ഒരു 5-6 മക്കൾ വേണം. അതിന് ചേർത്ത് റെഡിയോ അല്ല. അതാ പ്രശ്നം. പറ്റൂല. അപ്പൊ ജീവ പോകുമ്പോ നമുക്ക് സങ്കടാവില്ലേ? ഇപ്പൊ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഓങ്ങിട്ട് കെട്ടിക്കൊണ്ടിരുമ്പോ അത് ബാലൻസ് ആവും. വേണം. മോള് കരിയുണ്ട്. പച്ചോണ നൽകിയിരിക്കണ ഗായ്സ്. അപ്പൊ ഞാൻ കുറച്ചു വരാം. ഓക്കെ. ഒരു കാര്യം പറയാണ്ടായിരുന്നു, മറന്നു. മോള് കരിയുണ്ട്. എന്തോ പറയാണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ ഞങ്ങൾ പോണത് നമ്മളെ സബിത ഡോക്ടറെ കാണിക്കാനാണ്. മാംസത്തിന് പോവാണ്. അപ്പൊ സിബുവിന് കുറച്ച് എണ്ണകൾ വാങ്ങാണ്ട് മേല് തേക്കണം. എനിക്ക് ഇതില് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ക്യാരറ്റ് ഓയിൽ ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. അതായത് വേറെ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നില്ല. കണ്ടോ, ഒരാള് ബാസിക്കാക്കനെ പ്രകോപിപ്പിക്കാണ്. അതന്നെ, പ്രകോപിപ്പിക്കുക. അതായത് വണ്ടിമ തൊട്ട എനിക്ക് പൊള്ളു നോക്ക് നല്ലോണം അറിയട്ടാ. എല്ലാവർക്കും ഫ്ലൈയിങ് കേസ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് എല്ലാരും ഓരോന്ന് വാങ്ങിക്കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആരും 2 ചോദിക്കരുത്. ഒന്നെടുത്തിട്ട് അടുത്ത സബ്സ്ക്രൈബർക്ക് കൊടുക്കാം. കൊടുക്കാണ്. എലക്ഷൻ ഒക്കെ ഉണ്ട് ഈ നാട്ടില്. എല്ലാവർക്കും ഉമ്മയുള്ള ഭയങ്കര തടിക്കുന്നത്. ലൈറ്റ് അടിച്ചിട്ട് ഓളെ കാണുമ്പോ ഭയങ്കര ഫ്രണ്ട് ക്യാമറ എന്തെങ്കിലും എന്താ ഫോണൊക്കെ മാറ്റാനായിട്ടോ? ഒരു വേറെ ഫോൺ വാങ്ങി തരാം. അല്ല, മാറ്റാനായിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇറങ്ങുണ്ടല്ലോ. അതിന് എന്റെ ബർത്ത്ഡേക്ക് നിങ്ങള് സർപ്രൈസ് ആയിട്ട് തരാം. ഇത് കഴിഞ്ഞില്ലേ? കുറെ നേരം മതി, ഞാൻ വീഡിയോ വെക്കാണ്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തി കാണിച്ചു തരാട്ടാ. എന്തൊക്കെ ബഹളമായിരുന്നു. ഇതിലെങ്ങനെയാണ് ഹൈപ്പർ ആക്റ്റീവ് ആയാല് ഒരു 10 മിനിറ്റ് കൊണ്ട് കിടന്നുറങ്ങും. അതൊക്കെയുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് കൊടുക്കുന്നു. വീഡിയോ കോൾ ചെയ്തു പപ്പന. അപ്പൊ പപ്പക്കൊക്കെ ഫ്ലൈങ് കേസ് കൊണ്ട് ഏറി. പപ്പ പോവും. നേരിട്ട് കണ്ട പോലെ ഇത്ര ഉമ്മ തരില്ല പപ്പ. ചിരിക്കുന്നുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇത് കള്ളോർക്കാണോ ഡൗട്ട്. കള്ളോർക്ക് ഉറങ്ങാനുള്ള പ്രായമൊക്കെ ആയിട്ടില്ല. വിത്ത് കൂടാൻ 10 കൂടാന്നാണ്. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. ചിന്തക്ക് പറഞ്ഞിട്ടുണ്ട്. പാവം ബഹളങ്ങളാ. ബഹളല്ല, സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കിടക്കലാണ്. ആരും ബാക്കിലുണ്ടോ ആരും മുമ്പിലുണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെയാണ്. ഇതിപ്പോ അങ്ങനെയല്ല. ഇന്ന് ഫുള്ള് ഫ്ലൈയിങ് കിസ് ചെയ്യലും. വെറുതെ വണ്ടി കയറിയപ്പോ തൊട്ട് ഫ്ലൈയിങ് കിസ് ആവും. അറിയില്ല, 10 മിനിറ്റ് കൊണ്ട് ഓളെ കലാപരിപാടികൾ കഴിഞ്ഞ് ഓളോ ക്ഷീണിതയായി. അവൾ ഉറങ്ങി. ഇന്നലത്തെ വീഡിയോയില്. ഓക്കെ. അപ്പൊ നമ്മളിതാ ഡോക്ടറെ അടുത്ത് മഞ്ചേരി എത്താനായിട്ടോ. ബാക്കി ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പൊ നല്ല കുട്ടിയായിട്ട് ഇരിക്കണില്ലേ. അവള് ക്യാമറ ഓൺ ആക്കിയാലും അവൾക്ക് വേഗം മനസ്സിലാവും. എന്താ എനിക്ക് പറയാനുള്ള ഡോക്ടറോട്? എല്ലാരും ഇവിടെ അപ്പുറത്തായിരിക്കല്, ഇവിടെ ഇരിക്കല്. ഇത് മാത്രം അതിനോട് കയറി കുത്തിരിക്കണേ. ജീവ
എന്തേ എന്താ ഖദീജ? നമ്മള് ജീവാന ആക്കിക്കണേ, ഖദീജ ആക്കിക്കണേ. ഞാൻ എടുത്തിട്ട് അറിയട്ടോ മുണ്ടാണ്ട്. അങ്കെന്താ പറയാനുള്ള ഡോക്ടറോട് ജീവ? അങ്കെന്താ ഓള് പറയാ വാപ്പക്കും ഉമ്മക്കുമാണ്. എന്താള്ളത്? ആരാണ് വാവടെ? ഇതിനെ 2 മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വയസ്സായി. ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ എത്രയായി? വലിയ കുട്ടായി നമ്മള്. നോട്ടിട്ടിക്കണ് നിങ്ങള് അടി കിട്ടു പോള. അതൊന്നും പറയണേ മോളെ, വാപ്പ കേക്കണ്ട. അപ്പൊ ഓളിതാ നമ്മളെ ഡോക്ടർ അപ്പുറത്താള് കേട്ടോ. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ വെൽക്കാക ഉള്ളത്. ഇവിടെ വന്നിട്ട് കളിക്കുന്നുണ്ടില്ലേ? ജീവ ഡോക്ടർ അടുത്ത് ഇവളെ കണ്ടില്ലല്ലോ നിങ്ങള്? ഡോക്ടർ മടിയിലായിരുന്നു ഇവള് ഇട്ടത്. രണ്ടാളിപ്പോ ഭയങ്കര കമ്പനി ആയിക്കണേ. സിവുവിന്റെ ടോയ് ഓളെ ഈ ഡ്രസ് നമ്മള് ഇന്നലെ വാങ്ങി. ഇന്നലെ നമ്മൾ ഇവിടെ വന്നത് മെനിഞ്ഞാന്ന് വന്ന് ഈ കോഡ് സെറ്റ് വാങ്ങി പോയതാട്ടാ. ജിവോ ഡോക്ടർ അവിടുന്ന് ഇങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഹലോ മാഡം, ജിവടെ ഹലോ. അങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറി. അതാ പോയിട്ടാ, പോയി. ഇത് ഡ്രസ്സിന്റെ ഉള്ളിൽ കയറിയ ഡ്രസ് നോക്കണത്. അതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ എടുത്ത് കൊണ്ടുവരണേ. അപ്പൊ നമ്മള് വെൽക്കം വാഗനിലാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഇവിടെ മെറ്റേണിറ്റി വെയേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. കൂടുതലും എനിക്ക് തോന്നുന്നത് നമ്മള് മോംസപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ ഉള്ള കസ്റ്റമേഴ്സിനാണ് കൂടുതലും ഇവിടെ മെറ്റേണിറ്റി വെയേഴ്സിന് വരലുള്ളത്. ആയിക്കോട്ടെ, അതിനൊരു കുപ്പായിട്ട് എടുത്തൂടെ? അതിപ്പോ കഴിച്ചതാണേ. അവിടെ ഫുള്ള് തിരക്കിലാണ് 37. അതായത് നമുക്ക് നൈറ്റിലൊക്കെ കുട്ടികളെ വെച്ചിട്ട് നല്ല ഫീഡിങ് ടൈപ്പ് ഉണ്ടോ? അതൊക്കെ അങ്ങനെയല്ല, നമ്മളെ കടയത്ത് ചെയ്ത് ശീലായിട്ടേ അവിടെ മെറ്റീരിയൽ വേസ് കുറവല്ലേ. അപ്പൊ എനിക്കത് പെട്ടെന്ന് കത്തിയില്ല. ഒക്കത്തിന് സിബ് വരുന്ന ടൈപ്പാട്ടോ. ഇതിനൊക്കെ സിബ് വരുന്നുണ്ട്. ഓക്കെ, നല്ല സിബ് വരുന്ന ടൈപ്പാണ്. ഇതിനെവിടെ സിബ്? എടേ ഇതിന്റെ അടിയില് എടേ എവിടെ എവിടെ മാത്രം അതില് വന്നാണ് മെറ്റീരിയൽ ടൈപ്പ് അല്ല. അത് സാധാ ടോപ്പ് ചോദിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്, സിബ് ഉണ്ടോ സിബ് ഉണ്ടോ. അപ്പൊ എന്നോട് ചൂടായി. അപ്പൊ ഞാൻ പക്വത ഇല്ലാത്തവനായി ചോദിച്ചിട്ട് ബാക്കിയുള്ള ഫുള്ള് സിബാണ്. അപ്പൊ ഇതിന്റെ സിബ് എവിടെ? ഉണ്ടല്ലേ? വെരി ഗുഡ്. ആരാണ് വെള്ളം മറിച്ചേ? ഞാൻ വെച്ചിട്ട് കാലും കൂടെ എന്തിപ്പോ വെള്ളം പോയത്? രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടെന്നവരെ കൂടെ തുടപ്പിക്കണത്. നേരത്തെ ഇവിടെ വെള്ളം മറിച്ചിട്ട്. അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വേണ്ടവര് ഇവിടെ വെൽക്കം വാഗനിൽ വന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും കേട്ടോ. ഒന്നും ചെയ്യാത്ത മാതിരി കേറി ഇരിക്കണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല. പാവാണ്.
പാവാണ് എന്റെ ജീവു. ഓ ഓ ഓ ഇതൊന്ന് ഞാൻ എടുത്തിട്ട് വച്ചേക്കാം. ഓക്കെ. കാരണം എനിക്ക് നല്ല ജീവുന് എന്താ പറയാ പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യാം. അത് ഫുൾ സ്ലീവ് ആണ്. ഓക്കെ, ഞാൻ ഹാഫ് സ്ലീവ് ഉള്ളതൊക്കെ ഉണ്ട്. ഫുൾ സ്ലീവ് ഉള്ളതാ, ഇത് ഹാഫ് സ്ലീവ് ആണ്. നമുക്ക് നൈറ്റിലൊക്കെ കുട്ടികളെ വെച്ചിട്ട് മോസ്റ്റ്ലി നല്ല ബ്രാൻഡഡ് ആണ്. അതായത് ഇതൊക്കെ നല്ല പോമീസ് ബ്രാൻഡിന്റെ ഒക്കെയാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടാവും അതുകൊണ്ട് തന്നെ. ഓക്കെ ഓക്കെ, അപ്പൊ വേണ്ടവര് ഇവരെ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതില് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിൽ പെരുന്നാൾ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇവൾ ഇട്ടിട്ടുള്ളത് ഒരു ഗറാറ ടൈപ്പ് മോഡലാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഷോർട്സ് ആയിട്ടും മെയിൻ വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നതായിരിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഷിമ്മർ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഇതിന് അറൗണ്ട് 3280 ആ റേഞ്ചാണ്, പ്രൈസ് റേഞ്ചാണ് വരുന്നത്. നല്ല ഹെവി മോഡലാണ്. അതേപോലെ ഇങ്ങനത്തെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്ന ചിനോണിൽ ചെയ്തിട്ടുള്ള അടിപൊളി ഡിസൈൻസ് അവൈലബിൾ ആണ്. കണ്ടോ, സ്ലീവ് ഒക്കെ ഫുള്ള് വർക്കായിരിക്കും. ഇത് അറൗണ്ട് പ്രൈസ് റേഞ്ച് വരിക ഒരു 4000 ബിലോ, അതായത് 3900 ആ റേഞ്ചാണ് വരിക. 3990 ആ റേഞ്ചാണ്. ഓക്കെ, യെസ്, ഈ മോഡൽ ഇതിന് മുമ്പ് നിങ്ങൾ ജുബയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ നോർമൽ പാന്റ് വരുന്ന ടൈപ്പ് ജുബയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ അടിപൊളി കളർ ചാർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് റെഡ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. 3990 ആ റേഞ്ചാണ്. ഇനി ഷോപ്പിൽ വരാൻ പറ്റുന്നവരാണെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അടിപൊളി ഒരുപാട് കളക്ഷൻ. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അറൗണ്ട് 2000 എത്രയാ 2686 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അതുപോലെ ബിലോ 2000 റേഞ്ചുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഈ നമ്പറിലല്ല, ഇത് നമ്മൾ വ്ളോഗായിട്ട് ചെയ്യുന്നതല്ല. ഇതുപോലെ നമ്മൾ ഡ്രസ്സിൻ്റെ വ്ളോഗുകൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായത് അതിലൊന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ ചാനലിൽ കയറുക, ജസ്റ്റ് ഒന്ന് ഷോർട്സ് നോക്കിയാൽ മതി. ഓക്കെ, നിൽക്കണില്ല, കേൾക്കാത്തവക്ക് ജീവ എന്താ തട്ടിയോ? ഇല്ല, നോ, പേടിച്ചോക്കണോ? എന്നാലും പോവും, നമ്മൾ പോകും. അതിനെപ്പിന്നെ തല്ലണ എന്തിനാ? അതിനെപ്പെന്തിനാ തല്ലണേ ശിവ? എന്തിനാ തല്ലണേ? എന്തിനാ തല്ലണേ? കാത്തോ?